എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കട്ട്ലേറ്റ് ഒക്കെ എല്ലാവരും ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തു. ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. ബീഫ് കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണ തലേന്നൊക്കെ കഴിക്കുന്ന നെയ്ച്ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്ന ഒരു ബീഫ് കറി ഉണ്ടല്ലോ. ഏകദേശം ഒരു ബ്രൗൺ ബ്ലാക്ക് കളറാണ് അത്. ഭയങ്കര അപാര ടേസ്റ്റാണ് ആ ബീഫ് കറി. അപ്പോൾ നമുക്ക് ഇന്ന് ആ കറി ഒന്ന് പരിചയപ്പെടാം. ബീഫ് ഒരുപാട് തരത്തിൽ വയ്ക്കാം. ബീഫ് റോസ്റ്റ്, ബീഫ് കറി, സാധാരണ രീതിയിൽ കറി, പിന്നെ ബീഫ് ഫ്രൈ, അങ്ങനെ ഒത്തിരി ഉണ്ട്. പിന്നെ കപ്പയുടെ കൂടെ പുഴുക്ക് നമുക്ക് ബീഫ് ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇന്നത്തെ ഒരു ബീഫ് കറി ഒരു സ്പെഷ്യലാണ്. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കാൻ, പൊറോട്ടയുടെ കൂടെ വാങ്ങിക്കഴിക്കാൻ കിട്ടുന്ന ഒരു സ്റ്റൈലും പ്ലസ് കല്യാണ തലേന്നത്തെ ഒരു ബീഫ് കറിയുടെ സ്റ്റൈലും. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഇവിടെ ഞാൻ 1 കിലോളം ബീഫ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും മാംസം കഴുകുമ്പോൾ കുറച്ച് വിനാഗിരിയും ഉപ്പും കൂടി ചേർത്ത് കഴുകുകയാണെങ്കിൽ അതിലുള്ള ആ ഒരു ഉളുമ്പ് മണം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ എളുപ്പമാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു അത്യാവശ്യം വലിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഒരു കുടം മുഴുവനും എടുത്തിട്ടുണ്ട്. ഉള്ളി ഒരു 50 ഗ്രാമോളം വേണം നമുക്ക്. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ഈ ഒരു മസാലയാണ്, സ്പെഷ്യൽ മസാല. സാധാരണഗതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മുളക് പൊടി, മല്ലിപ്പൊടി വേറെ വേറെയാണ് നമ്മൾ ഇട്ട് കൊടുക്കാറ്. ഇതിനെ നമുക്കിത് വറുത്ത് അരച്ച് ചേർക്കണം. അതാണ് ഈ ഒരു കറിയുടെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കൂടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയ ശേഷം ബീഫ് ഒന്ന് വേവിക്കാനും ഇടാം. നമ്മളിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ചതച്ച് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട്. ചതച്ചെടുത്തിട്ട് അതും ഇട്ട് കൊടുക്കാം. ഇവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തു. അതും ചേർത്ത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് ചേർക്കേണ്ടതുണ്ട്. കണ്ടോ, ഇപ്പോൾ നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്കൊരു 6 വിസിൽ വരുന്നത് വരെ കുക്കറിൽ വെച്ച് നന്നായി ബീഫ് വേവിച്ചെടുക്കാം. അടച്ചു മൂടി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഒരു 6-7 വിസിൽ വന്നോട്ടെ കേട്ടോ. ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടണം നമുക്ക്. ബീഫ് ഇവിടെ വേവുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് മസാല ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. മസാല വറുത്തെടുക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടി വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബീഫ് ഇവിടെ വേവുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലയുടെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. 2 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-15 വറ്റൽ മുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 കഷ്ണം പട്ട, 2-3 കറിയാമ്പ്. ഇത്രയും മതി ഈ ഒരു മസാല. നന്നായിട്ട് വറുത്തെടുക്കേണ്ടതുണ്ട് നമുക്ക്. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്തേക്കണേ, പറയാൻ വിട്ടുപോയി. നല്ല ബ്രൗൺ കളറാകുന്നത് വരെ കയ്യിലെടുക്കാതെ നന്നായിട്ട് വറുക്കുക. തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വറുത്തെടുക്കാം. കണ്ടോ, ഈ ഒരു അളവിൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അതിനുശേഷം വേഗം തന്നെ നമുക്ക് ചീനച്ചട്ടിയിൽ നിന്ന് മസാല മാറ്റേണ്ടതുണ്ട്. കാരണം ചീനച്ചട്ടി ചൂടായതുകൊണ്ട് വീണ്ടും അതിനകത്തേക്ക് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മസാല കരിഞ്ഞു പോകും. അതുകൊണ്ട് മസാല വേഗം മാറ്റാം, തണുക്കാൻ വയ്ക്കാം. തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അരയ്ക്കാൻ നേരത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട്. പച്ചവെള്ളം ഒഴിക്കരുത്. കാരണം വറുത്ത മസാല ആയതുകൊണ്ട് അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ചവെള്ളത്തിൻ്റെ ചുവ ഉണ്ടാകും. അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിച്ച് തന്നെ മസാല അരയ്ക്കണം. കണ്ടോ, നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും ഒരു 4-5 ചെറുള്ളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഉള്ളിയാണ് കേട്ടോ ചേർക്കുന്നത്, സവാളയൊന്നും ചേർക്കുന്നില്ല. നേരത്തെ ബീഫ് വേവിക്കാനും നമ്മൾ ഉള്ളി തന്നെയാണ് ചേർത്തത്. ഇപ്പോൾ താളിക്കാനും നമ്മൾ ഉള്ളി തന്നെയാണ് ചേർക്കുന്നത്. ഉള്ളി നന്നായി വഴറ്റുക. കരിവേപ്പിലയും ഇട്ട് കൊടുത്ത്
രണ്ടും കൂടി നന്നായി വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് എപ്പോഴും തീ കുറച്ച് വെക്കണം. മസാലപ്പൊടികൾ എന്തും തന്നെയാണെങ്കിലും നമ്മൾ ചേർക്കുമ്പോൾ തീ കുറച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, ആ മസാലക്കൂട്ട് ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് ആ എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കുക. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴങ്ങി വരട്ടെ. നമ്മൾ അരച്ച ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ചെറു ചൂടുള്ള വെള്ളമായിരിക്കണം, പച്ചവെള്ളം ചേർക്കരുത്. ഇതെല്ലാം കൂടി ചേർത്ത് 2 മിനിറ്റ് ഒന്ന് തവി വെച്ച് ഇളക്കി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ബീഫ് ഉണ്ടല്ലോ, കണ്ടോ, നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് ബീഫ് വേവിച്ചിരിക്കുന്നത്. ബീഫ് വെന്തപ്പോൾ കിട്ടിയ വെള്ളമാണത്. അതോടുകൂടി തന്നെ നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ മിക്സ് ചെയ്ത് ചേർക്കാം കേട്ടോ. മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഫ്ലെയിം കുറയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ഫ്ലെയിം കൂട്ടി വെക്കണം. അതിനുശേഷം നല്ലപോലെ 2-3 മിനിറ്റ് നമുക്ക് നല്ല ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഈ അരച്ച് ചേർത്ത മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് ബീഫിലേക്ക് ഒന്ന് ചേർന്ന് പിടിക്കേണ്ടതുണ്ടല്ലോ. പാകത്തിന് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ബീഫ് വേവിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് മാത്രം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നല്ല പോലെ മിക്സ് ചെയ്യാൻ. ഇനി ഒന്ന് തീ കുറച്ച് വയ്ക്കാം. ചെറു തീയിൽ കിടന്ന് ഒരു 3-4 മിനിറ്റ് ഒന്നുകൂടി എന്നതിൽ തിളച്ച് മസാലയൊന്ന് ചേർത്ത് വരട്ടെ. ഏകദേശം ഒരു 4 മിനിറ്റോളം ഇപ്പോൾ നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട്. അധികം ഗ്രേവിയൊന്നുമില്ല, എങ്കിൽ ഒരു സെമി ഗ്രേവി ഉണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. കണ്ടോ, ഒരു കറുത്ത ഒരു ബ്രൗണിഷ് കളർ, ഡാർക്ക് കളറിലുള്ള ഒരു കറിയാണിത്. പൊറോട്ടയുടെയും നെയ്ച്ചോറിൻ്റെയും കൂടെയൊക്കെ നന്നായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരണം. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്. തുടർന്നും നമ്മുടെ ചാനലിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം മറ്റൊരു വിഭവമായിട്ട് കാണാം.